9th स्टैंडर्ड हिंदी ചാപ്റ്റർ ഘർ പേട് ഔർ താരെ കി യാദ്. ഘർ എന്ന് പറഞ്ഞാൽ വീട്, പേട് മരം, താരെ നക്ഷത്രം, കി യാദ് അതിൻ്റെയൊക്കെ ഓർമ്മകൾ. ഘർ പേട് ഔർ താരെ കി യാദ് വീടിൻ്റെയും മരത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും ഓർമ്മകൾ. ലോകകഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് മംഗളേഷ് ഡബ്ര. ലോകകഥ എന്ന് പറഞ്ഞാൽ ഒരു നാടോടി കഥ. ഉത്തരീ ധ്രുവയ്ക്ക് പഡോസ്മേ, ഉത്തരീ ധ്രുവത്തിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നോർത്ത് പോൾ എന്ന് കാണാറുണ്ട്. അതിൻ്റെ പഡോസ്മേ അയൽഭാഗത്തായിട്ട് ജോ ദേശ് ഏതൊരു രാജ്യമാണോ ഉള്ളത് ഉന്മേ ഫിൻലാൻഡ് ബി ഹെ അതിൽ ഫിൻലാൻഡും ഉണ്ട്. ഉസ്കി സീമായ റൂസ് സേ മിൽത്തി ഹെ അതിൻ്റെ ബോർഡർ റൂസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കരീബ് 200 സാൽ പെഹലെ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് ഫിൻലാൻഡ് കോ യുദ്ധമേ ബഹുത്ത് നുക്സാൻ ഹുവ ഫിൻലാൻഡിൽ യുദ്ധത്തിലൊരു നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ഷെഹരോം കോ ജലാദിയ അവിടെയുള്ള പട്ടണങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. ഫസലേം നഷ്ട ഹോഗൈ വിളകളെല്ലാം നശിച്ചു. ഹസാരോ ലോക് മാരേ ഗേ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഹസാരോ മൗത്തോം കെ ബാദ് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതിന് ശേഷം കൈ ഭീമാരിയാം ഫൈൽ ഗൈ ഒരുപാട് രോഗങ്ങൾ പിടിപെട്ടു. ഹസാരോ ലോഗ് അപ്നെ ഘരോം കോ ഛോഡ് കർ ജാനെ കെ ലിയെ മജ്ബൂർ ഹോ ഗേ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീട് ഉപേക്ഷിച്ച് പോവാൻ നിർബന്ധിതരായി. ദുഷ്മനോ കി സേന പക്കഡ് കർ ലേ ഗൈ കുച്ച് ലോഗോം കോ കുറച്ചാളുകളെ ദുഷ്മനോ കി സേന ശത്രുക്കളുടെ സൈന്യം പക്കഡ് ലേ ഗൈ പിടിച്ചു കൊണ്ടുപോയി. ബഹുത്ത് സേ പരിവാരോമേ ഒരുപാട് കുടുംബങ്ങളിൽ മാതാപിതാ അച്ഛനും അമ്മയും അവർ ബച്ചേബി കുട്ടികളും അലഗ് അലഗ് ഹോഗേ വേർപെട്ടുപോയി. ജബ് കുച്ച് ദിൻ ബാദ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭാഗ്യേ ഹുയെ ലോക് ഓടിപ്പോയ ആളുകളെ വാപ്പസായേത്തോ തിരിച്ചു വന്നപ്പോൾ ഉന്നെ ജലേ ഹുയെ ഘരോം അവർക്ക് കത്തിച്ചാമ്പലായ വീടും അവർ ഫസലോം കെ അലാവ വിളകളെ കൂടാതെ കുച്ച് ബി നഹി മില ഒന്നും അവിടെ ലഭിച്ചില്ല. ഉനോംനെ ബഹുത്ത് മെഹനത്ത് കർക്കെ അവർ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് ഫിർസെ അപ്നെ ഘരോം കോ ബനായ വീണ്ടും അവരുടെ വീടുകൾ ഉണ്ടാക്കി. ഫസലേം ഉഗായി വിളകളെല്ലാം മുളച്ചു എന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്ത് വീണ്ടും വിളകളുണ്ടായി. ലോഗോം കോ ലൗട്ട്നെ കാ ഇന്തസാർ കർനെ ലഗെ അങ്ങനെ ഓടിപ്പോയ ആളുകളൊക്കെ ഇനിയും തിരിച്ചു വരാൻ വേണ്ടി അവർ കാത്തിരിക്കാൻ തുടങ്ങി. യഹ് കഹാനി ഉസി ദൗർ കാ ഹെ ഈ കഥ ആ സമയത്തേതാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം നടന്ന ആ സമയത്തെക്കുറിച്ചുള്ള കഥയാണിത്. ബാക്കി അടുത്ത പാർട്ടിൽ കേട്ടോ.